The length of a diagonal of a rectangle is dash whose length is 6 cm and width is 5 cm. നമുക്ക് ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയഗണൽ കാണണം, ചതുരത്തിൻ്റെ വികരണം കാണണം. നീളം നമുക്ക് തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ, വീതി നമുക്ക് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളൊരു റെക്റ്റാങ്കിൾ ഏകദേശ രൂപം വരച്ചു. റെക്റ്റാങ്കിൾ പേര് കൊടുത്തു ABCD. ഇതിൽ നീളം തന്നിട്ട് 6, അപ്പോൾ AB എന്ന് പറയുന്നത് 6ആണ്. വീതി തന്നിട്ട് 5, BC എന്ന് പറയുന്നത് 5ആണ്. നമുക്ക് ഡയഗണൽ കാണണം, അതായത് വികരണം AC കാണണം. നമുക്ക് ABC എടുക്കുമ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിളാണ്, മട്ടത്രികോണാണ്. കാരണം ഇത് ചതുരമാവും കൊണ്ട് ചതുരത്തിൻ്റെ എല്ലാ കോണും 90 ഡിഗ്രിയാണ്. ചതുരത്തിൻ്റെ കോണുകളെല്ലാം 90. അപ്പോൾ ഈ B എന്ന് പറയുന്ന കോണ് 90 ആയതുകൊണ്ട് ഈ ത്രികോണം മട്ടത്രികോണാണ്. ഈ ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. ഇതതിൻ്റെ ബേസാണ്, പാദം. ഇതതിൻ്റെ ലംബമാണ്, ഓൾട്ടിറ്റ്യൂഡാണ്. ബേസും ഓൾട്ടിറ്റ്യൂഡും അറിയാം എന്തിൻ്റെ, റൈറ്റ് ട്രയാങ്കിളിൻ്റെ. മട്ടത്രികോണത്തിൻ്റെ പാദവും ലംബവും അറിഞ്ഞാൽ നമുക്ക് കർണം കാണാം, ഹൈപ്പോട്ട്ന്യൂസ്, പൈത്തഗോറസ് സിദ്ധാന്തം വെച്ചിട്ട്, പൈത്തഗോറസ് തിയറം. അപ്പോൾ AC എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ട്ന്യൂസ്, AC ആണ് കർണം. കാരണം 90 ഡിഗ്രി എതിർഭാഗം, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് കർണം, ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ AC = √AB² + BC². അതായത് കർണം സമം √ പാദം സ്ക്വയർ + ലംബം സ്ക്വയർ. വില കൊടുക്കുക ഇത് രണ്ടും 6² + 5². അപ്പോൾ 36 + 25 കൂട്ടുമ്പോൾ 61. 61 കൃത്യമായ വർഗ്ഗമൂലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇട്ടാൽ മതി. ഉത്തരം ചോദ്യം ഡയഗണലാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. വികരണം എത്രയാണ്? √61 സെൻറ്റിമീറ്റർ.